ഹലോ എവ്രി വൺ. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പെൻഡുലം പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. പൈസ പോവോ എന്ന ഇൻവെസ്റ്റേഴ്സിന്റെ പേടി ഒരു എക്സ്ട്രീമിലും പൈസ ഉണ്ടാക്കണമെന്ന ഭയങ്കരമായ ആഗ്രഹം മറ്റേ അറ്റത്തും. ഇതിനിടയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് വേണം ഇൻവെസ്റ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോകാൻ. റിസ്ക് ഒട്ടുമില്ലാത്ത റിട്ടേൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി കേൾക്കുമ്പോൾ നല്ല സുഖമാണെങ്കിലും അങ്ങനെ ഒരു സംഭവം ഇല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പലതും പറയും, പക്ഷേ താഴോട്ടേക്ക് ഒരിക്കലും പോകാത്ത ഒരു സ്റ്റോക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റിട്ടേൺസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറാവണം. റിസ്ക് കുറവാണെങ്കിൽ റിട്ടേൺസും കുറവായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം, ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഈ റിസ്ക് എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് വഴി? അതിന് കൃത്യമായ ഒരു ഒറ്റ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും റിസ്കിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് തരാൻ സഹായിക്കുന്ന ഒരു പോപ്പുലർ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. ബീറ്റ എന്നാണ് ഇതിനെ പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ അപേക്ഷിച്ച് ഒരു സ്റ്റോക്ക് എത്രമാത്രം വോളറ്റൈൽ ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ബീറ്റ. ഒന്നുകൂടെ ഡിഫൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി 50 എന്നീ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളുടെ ബീറ്റ 1 ആണ് എന്ന് എടുക്കുന്നു. എന്നിട്ട് ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ ബീറ്റ ഇതിൽ നിന്നും എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് നോക്കുന്നു. അതനുസരിച്ച് സ്റ്റോക്കുകളെ നമുക്ക് റാങ്ക് ചെയ്യാം. ഒരു സ്റ്റോക്കിന്റെ ബീറ്റ 1ന് മുകളിലാണെങ്കിൽ ആ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റിനേക്കാൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി മാർക്കറ്റിന്റെ മൂവ്മെന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്ക് ഏത് ഡയറക്ഷനിലേക്കുമുള്ള മൂവ്മെന്റും ആ സ്റ്റോക്കിൻ്റെത് കുറവാണെങ്കിൽ അതിന്റെ ബീറ്റ 1ന് താഴെയായിരിക്കും, 1ൽ കുറവായിരിക്കും. അപ്പോൾ സാധാരണയായി ഹൈ ബീറ്റ സ്റ്റോക്കുകൾ റിസ്ക് കൂടിയതും അതേസമയം കൂടുതൽ റിട്ടേൺസ് നൽകുന്നതുമായിരിക്കും. ലോ ബീറ്റ സ്റ്റോക്സ് താരതമ്യേന ലെസ് റിസ്കി ആയിരിക്കും, ഒപ്പം ലോവർ റിട്ടേൺസുമാണ് തരിക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 6 ലോ ബീറ്റ സ്റ്റോക്കുകളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ലോ റിസ്ക് സ്റ്റോക്സ് ആണ്, പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കുമ്പോൾ നല്ല റിട്ടേൺസ് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള 6 സ്റ്റോക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ 6 കമ്പനികളുടെയും ബീറ്റ ലെസ് ദാൻ 1 ആണ്, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 1 ആണ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 20,000 crore rupees ആണ്, പിന്നെ 5-year റിട്ടേൺ CAGR മോർ ദാൻ 25% ആണ്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികൾ മാത്രമാണ് നമ്മൾ ഈ ലിസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. ഒപ്പം തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് 2 ഓഗസ്റ്റ് 2022 പ്രകാരമുള്ളതാണ്. റിട്ടേൺസിന്റെ അസെൻഡിംഗ് ഓർഡറിലാണ് ഈ ലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് 5-year CAGR റിട്ടേൺസ് ഉള്ള കമ്പനി ഏറ്റവും അവസാനമാണ് നമ്മൾ പറയുക. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലിസ്റ്റ് ഇതാ ഇവിടെ തുടങ്ങാം. The first company is Pidilite Industries Limited. Adhesives, sealants, construction chemicals, craftsman products, DIY products, polymer emulsions എന്നിവയുടെ ഒരു ലീഡിംഗ് മാനുഫാക്ചറർ ആണ് പിഡിലൈറ്റ്. കഴിഞ്ഞ 5 വർഷം എടുക്കുമ്പോൾ 25.58% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട് ഈ കമ്പനിയുടെ സ്റ്റോക്കിന്റെ ബീറ്റ 0.79 ആണ്. നമ്മുടെ നാട്ടിലൊക്കെ പശ എന്ന വാക്കിന് പോലും പകരം പല ആളുകളും ഉപയോഗിക്കുന്നത് ഫെവിക്കോൾ എന്നാണ് അല്ലേ? ഈ ഫെവിക്കോൾ ഒരു പിഡിലൈറ്റ് ബ്രാൻഡാണ്. കൺസ്യൂമേഴ്സിനിടയിൽ വളരെയധികം വിശ്വാസം ആർജിച്ച ഒന്നാണിത്. ഇതിന് പുറമെ ഡോക്ടർ ഫിക്സിറ്റ്, ഫെവിക്വിക്, രംഗീല, എംസീൽ, അരൽഡൈറ്റ് തുടങ്ങിയ സ്ട്രോങ് ബ്രാൻഡുകളും പിഡിലൈറ്റിൻ്റെത് തന്നെയാണ്. ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്ട്സിനൊക്കെ ഭയങ്കര അടിപൊളി സ്ട്രോങ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഇവർ. ഇതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ഓഡിയൻസും കസ്റ്റമേഴ്സും ഇവരുടെ പ്രൊഡക്ട്സിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സ് ആയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും സ്ട്രോങ് അഡ്വർടൈസിംഗ് സപ്പോർട്ടും കൊണ്ട് 4700-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും 2 ലക്ഷത്തോളം വരുന്ന റീറ്റെയിലേഴ്സ്, കോൺട്രാക്ടേഴ്സ് എന്നിവരുടെയും ഒക്കെ സ്ട്രോങ് ചെയിനിലൂടെ സർവീസ് നൽകാൻ കഴിയുന്നുണ്ട് ഈ കമ്പനിക്ക്. കമ്പനിയുടെ സ്ട്രോങ് പാൻ ഇന്ത്യ പ്രസൻസും അഫോർഡബിൾ പ്രൈസിംഗ് റേഞ്ചും വാല്യൂ ആഡിംഗ് പ്രൊഡക്റ്റ് കാറ്റഗറീസും ഒക്കെ കൊണ്ട് ഈ മേഖലയിലുള്ള കോമ്പറ്റീഷനെ സ്ട്രോങ് ആയി തന്നെ തടഞ്ഞു നിർത്താൻ കാലങ്ങളായിട്ട് പിഡിലൈറ്റിന് കഴിയുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2022 അവസാന ക്വാർട്ടറിൽ വളരെ വീക്കായ നമ്പേഴ്സ് ആണ് കമ്പനി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കമ്പനിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസിന്റെ വില വർധനവ് കാരണം മാർജിൻസ് വളരെ കുറഞ്ഞു. ഇത് പ്രോഫിറ്റബിലിറ്റിയെ നേരിട്ട് ബാധിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമ്പർ 2, അപ്പോളോ ഹോസ്പിറ്റൽസ് എന്റർപ്രൈസ് ലിമിറ്റഡ്. 1983 അപ്പോളോ ചെന്നൈ എന്ന ഇന്ത്യയിലെ ഫസ്റ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവർ തുടങ്ങുന്നത്. മാർച്ച് 31, 2022 കണക്ക് പ്രകാരം 71 ഹോസ്പിറ്റൽസും 9911 ബെഡുകളുടെ കപ്പാസിറ്റിയും ഉണ്ട് അപ്പോളോക്ക്. ഇതിൽ 44 ഹോസ്പിറ്റൽസ് ഇവരുടെ സ്വന്തവും പിന്നെ ബാക്കിയുള്ളത് സബ്സിഡിയറീസും ജോയിന്റ് വെഞ്ചേഴ്സും അസോസിയേറ്റ്സും ഒക്കെ ആയിട്ടാണ് ഉള്ളത്.
കഴിഞ്ഞ 5 വർഷം എടുക്കുമ്പോൾ 27.83% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട് ഈ കമ്പനിയുടെ സ്റ്റോക്കിന്റെ ബീറ്റ 0.91 ആണ്. ഇവരുടെ ഫാർമസി ബിസിനസ് ആണ് കമ്പനിയുടെ ഒരു മേജർ ഫോഴ്സ്. ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ സെക്ടറിൽ ഇപ്പോൾ തന്നെ അപ്പോളോ ഒരു മാർക്കറ്റ് ലീഡർ ആണ്. കമ്പനിക്ക് അറൌണ്ട് 4292 സ്റ്റാൻഡ് അലോൺ ഫാർമസി സ്റ്റോഴ്സ് ഉണ്ട് അപ്പോളോ ഫാർമസി ലിമിറ്റഡിന് കീഴിൽ. ഈ സ്റ്റോറുകളുടെ എക്സ്ക്ലൂസീവ് സപ്ലയർ ആയി ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോളോ ഹോസ്പിറ്റൽസ്. രാജ്യത്ത് അപ്പോളോ ഫാർമസി സ്റ്റോഴ്സിന്റെ എണ്ണം കൂട്ടി വരുന്നത് കൊണ്ട് ഈ കമ്പനിക്ക് അതുകൊണ്ട് തന്നെ നല്ല ബൂസ്റ്റ് കിട്ടുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2015 to 2021 എടുക്കുമ്പോൾ കമ്പനി കാഴ്ചവെച്ചത് 18% കോമ്പൗണ്ടഡ് ഗ്രോത്ത് ആണ് ഈ സെഗ്മെന്റിൽ. കഴിഞ്ഞ 10 വർഷങ്ങളിൽ 17% സെയിൽസ് ഗ്രോത്തും 15% കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്തും കാണിച്ചിട്ടുണ്ട് ഈ കമ്പനി. ഈ സെഗ്മെന്റിൽ നിലനിൽക്കുന്ന റെഗുലേറ്ററി എൻവയോൺമെന്റ് ആണ് കമ്പനിയുടെ ഒരു റിസ്ക് ഫാക്ടർ. കാർഡിയാക് സ്റ്റെൻസ് ആൻഡ് നീ ഇംപ്ലാന്റ്സ് തുടങ്ങിയ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ഡിവൈസസിന്റെ പ്രൈസസ് ഗവൺമെന്റ് 2017 ക്യാപ്പ് ചെയ്തപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ്സ് ആൻഡ് മാർജിൻസിനെ അത് കാര്യമായി ബാധിച്ചു. ഇത്തരത്തിലുള്ള ഏതൊരു റെഗുലേറ്ററി ആക്ഷനും കമ്പനിയുടെ പ്രോഫിറ്റ്സിനെ ബാധിക്കാവുന്നതാണ്. ഇനി ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. തേർഡ് കമ്പനി അവന്യൂ സൂപ്പർമാർട്ട്സ് ലിമിറ്റഡ്. D-Mart സ്റ്റോഴ്സ് എന്ന ചെയിൻ ഓഫ് സ്റ്റോഴ്സിലൂടെ ഓർഗനൈസ്ഡ് റീറ്റെയിൽ ബിസിനസ് നടത്തുന്ന കമ്പനിയാണ് അവന്യൂ സൂപ്പർമാർട്ട്സ്. ഒരു വെൽ നോൺ ഇൻവെസ്റ്റർ കൂടിയായ രാധാകൃഷ്ണൻ ധമാനി വർഷം 2000 ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷം എടുക്കുമ്പോൾ 36.52% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട് ഈ കമ്പനിയുടെ സ്റ്റോക്കിന്റെ ബീറ്റ 0.91 ആണ്. കമ്പനിക്കുള്ള ഒരു നല്ല കാര്യം ഓർഗനൈസ്ഡ് റീറ്റെയിൽ സെഗ്മെന്റിലുള്ള ഇവരുടെ സ്ട്രോങ് മാർക്കറ്റ് പൊസിഷൻ ആണ്. അപ്രോക്സിമേറ്റ്ലി 11.5 മില്യൺ സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യുന്ന അറൌണ്ട് 284 സ്റ്റോറുകളുണ്ട് ഇവർക്ക് ഇന്ത്യ ഒട്ടാകെ. കമ്പനിയുടെ സ്ട്രോങ് ബൈയിങ് കാപ്പബിലിറ്റീസും ലോ കോസ്റ്റ് പ്രൊഡക്ട്സും മാക്സിമം ഫുട്ഫോൾ നേടാൻ സഹായിക്കുന്നു. ഫുട്ഫോൾ എന്ന് വെച്ചാൽ ഒരു ഷോപ്പിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണമാണ്. ഇതിന്റെ കൂടെ കമ്പനി അവരുടെ കോസ്റ്റ് കൺട്രോൾ നന്നായി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഇൻവെന്ററി ടേൺ ഓവറും ഹെൽത്തി റവന്യൂ പെർ സ്ക്വയർ ഫീറ്റും ഇവർക്കുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2021-22 ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 12.8 ആണ്. റവന്യൂ പെർ റീറ്റെയിൽ ബിസിനസ് ഏരിയ സ്ക്വയർ ഫീറ്റ് ഇയർ ഓൺ ഇയർ ബേസിസിൽ 1% വെച്ച് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഒരു മേജർ റിസ്ക് ഫാക്ടർ ഉള്ളത് ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ ആണ്. ഇതുകൊണ്ട് വരും കാലങ്ങളിൽ കമ്പനിയുടെ ഗ്രോസ് മാർജിൻസിൽ ഒരു ഷോർട്ട് ടേം ഹിറ്റ് ഉണ്ടാകാം. ബിഗ് ബാസ്ക്കറ്റ്, ഗ്രോഫേഴ്സ്, ജിയോ മാർട്ട് തുടങ്ങിയവയൊക്കെ നല്ല കോമ്പറ്റീഷൻ ആണ് ഇവർക്ക് നൽകുന്നത്. ഇനി കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അടുത്ത കമ്പനി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ്. ടാറ്റ ഗ്രൂപ്പിലെ ലീഡിംഗ് കമ്പനീസിൽ ഒന്നാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്. ഫുഡ് ആൻഡ് ബെവറേജ് ബിസിനസ്സിലാണ് ഇവരുടെ പ്രസൻസ്. ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇവരുണ്ട്. ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടീ കമ്പനിയാണ് ഇവർ. ഒപ്പം മറ്റു പ്രൊഡക്ട്സിലും സിഗ്നിഫിക്കന്റ് പ്ലെയർ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം എടുക്കുമ്പോൾ 37.25% CAGR നൽകിയിട്ടുണ്ട് ഈ കമ്പനിയുടെ സ്റ്റോക്കിന്റെ ബീറ്റ 0.96 ആണ്. ഒരു ഗ്ലോബൽ ബെവറേജ് എന്നതിൽ നിന്നും ടാറ്റ കൺസ്യൂമേഴ്സ് പ്രൊഡക്ട് ലിമിറ്റഡ് ഒരു ഇന്ത്യ ഫോക്കസ്ഡ് ഫുഡ് ആൻഡ് ബെവറേജ് കമ്പനിയായി കഴിഞ്ഞ 2 ഇയേഴ്സിൽ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ടാറ്റ ഗ്രൂപ്പിന്റെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ആംബിഷൻസിനുള്ള പ്ലാറ്റ്ഫോം ഇവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ടീ ആൻഡ് സോൾട്ട് സെഗ്മെന്റിൽ 2 to 5.5% മാർക്കറ്റ് ഷെയർ നേടിക്കൊണ്ട് ആദ്യ 2 വർഷങ്ങളിൽ ഒരു സ്ട്രോങ് ഗ്രോത്ത് ട്രജക്ടറിയിലാണ് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സമ്പന്ന, വാല്യൂ ആഡഡ് സോൾട്ട്സ്, നൗറിഷ് കമ്പനി ആൻഡ് കോഫി എന്നീ ഗ്രോത്ത് ഡ്രൈവേഴ്സുമായി ഈ സെഗ്മെന്റിന്റെ പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡിംഗ് ഉഷാറാക്കി വരികയാണ് ഇവർ. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് അതിന്റെ റവന്യൂസ് 14% CAGR എന്ന റേറ്റിലാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് വളർത്തിയത്. ഇതിന്റെ 21% ഇന്ത്യയിൽ നിന്നാണ്. ഇതേ കാലയളവിൽ കമ്പനിയുടെ EBITDA 15% CAGR എന്ന റേറ്റിൽ വളർന്നിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ടീ ബിസിനസ് തന്നെയാണ്. ടീ ആൻഡ് സോൾട്ട് എന്നീ കാറ്റഗറീസിലാണ് ഇവർ മെയിൻ ആയും ഡീൽ ചെയ്യുന്നത്. ഈ പ്രൊഡക്ട്സിന് ഓൾറെഡി ഹൈ പെനട്രേഷൻ ഉണ്ട്. നോൺ ബ്രാൻഡഡ് അല്ലെങ്കിൽ റീജിയണലി ബ്രാൻഡഡ് പ്രൊഡക്ട്സിൽ നിന്നും ബ്രാൻഡഡ് പ്രൊഡക്ട്സിലേക്ക് കൺസ്യൂമേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് ഇനി അങ്ങോട്ടുള്ള ഫർദർ ഗ്രോത്ത് ഇരിക്കുന്നത്. ഒരു വീക്ക് കൺസ്യൂമർ സെന്റിമെന്റും തുടരുന്ന ഹൈ ഇൻഫ്ലേഷനും ഒക്കെ ഈ പ്രീമിയമൈസേഷന് ഒരു വെല്ലുവിളിയാണ്. ഇത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെ ഗ്രോത്തിൽ കുറവുണ്ടാക്കിയേക്കാം. ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, റെഡി ടു ഈറ്റ് മീൽസ്, സ്റ്റേപ്പിൾസ് തുടങ്ങിയ പുതിയ കാറ്റഗറീസിലേക്കും ഇവർ കടക്കുകയാണ്. ഈ സെഗ്മെന്റ്സ് ഇപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടില്ല. ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ ഈ കാറ്റഗറീസിൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിയർ ടേം മാർജിൻസിൽ പ്രഷർ ഉണ്ടാക്കാം. ഇനി കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ഫിഫ്ത് കമ്പനി ഡിവിസ് ലാബോറട്ടറീസ് ലിമിറ്റഡ്. ഡിവിസ് ലാബ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചർ ആൻഡ് എക്സ്പോർട്ട് ഓഫ് അഡ്വാൻസ്ഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, ഇന്റർമീഡിയറ്റ്സ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്നിവയിലാണ്. 95 കൺട്രീസിൽ മാർക്കറ്റ് പ്രസൻസ് ഉണ്ട് ഇവർക്ക്. വൺ ഓഫ് ദ വേൾഡ്സ് ലീഡിംഗ് ഫാർമ കമ്പനീസ് ആണ് ഇവർ. 1,40,000 എംപ്ലോയീസും ഉണ്ട് ഈ കമ്പനിക്ക്. വേരിയസ് തെറാപ്യൂട്ടിക് ഏരിയാസിൽ 122 പ്രൊഡക്ട്സിന്റെ പോർട്ട്ഫോളിയോയും ഉണ്ട്.
കഴിഞ്ഞ 5 വർഷം എടുക്കുമ്പോൾ 41.68% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട് ഈ കമ്പനിയുടെ സ്റ്റോക്കിന്റെ ബീറ്റ 0.81 ആണ്. ഈ അടുത്ത് കമ്പനി കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നു. ഇത് ഇന്റർമീഡിയറ്റ് സപ്ലൈ ചെയ്യാനും ജിയോ പൊളിറ്റിക്കൽ റിസ്ക് കുറക്കാനും ഹെൽപ്പ് ചെയ്യും കമ്പനിയെ. ഒപ്പം തന്നെ കപ്പാസിറ്റി എക്സ്പാൻഷനും അപ്ഗ്രഡേഷനും വേണ്ടി നെക്സ്റ്റ് 2 to 3 ഇയേഴ്സിൽ 20 to 30 ബില്യൺ റുപ്പീസ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇവരുടെ പ്ലാൻ. അടുത്ത 3 to 5 ഇയേഴ്സിനിടയിൽ പാറ്റന്റ് ചെയ്യാൻ പോകുന്ന $20 ബില്യൺ മോളിക്യൂൾസുമായി US മാർക്കറ്റിൽ കളിക്കാൻ വേണ്ടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ മോളിക്യൂൾസിന് ഒരു ഗ്രേറ്റ് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് ഇവരുടെ മാനേജ്മെന്റ് ടീം. ജനറിക് മോളിക്യൂൾസ് പോലെയുള്ള കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്ട്സിന് ഇപ്പോൾ മാർക്കറ്റിൽ വീക്ക് ഡിമാൻഡ് ആണ് കാണുന്നത്. ഒപ്പം ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്ട്സിൽ ഒന്നായ സിറ്റാഗ്ലിപ്റ്റിന്റെ പേറ്റന്റ് എക്സ്പിരേഷൻ അടുത്തിരിക്കുകയാണ്. ജനുവരി 2023 ഇതിന്റെ എക്സ്പയറി. ഈ പ്രൊഡക്റ്റ് $60 മില്യൺ റവന്യൂ ആണ് നൽകുന്നത്. അതുകൊണ്ട് പേറ്റന്റ് നഷ്ടപ്പെടുന്നത് റവന്യൂവിന്റെയും പ്രോഫിറ്റബിലിറ്റിയെയും ബാധിക്കും. ഇനി കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. The last company, Larsen & Toubro Infotech Limited. Larsen & Toubro Infotech Limited ഒരു IT സർവീസ് പ്രൊവൈഡർ ആണ്. Larsen & Toubroയുടെ ഒരു സബ്സിഡിയറി ആണിത്. ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, മെയിൻ്റനൻസ്, എന്റർപ്രൈസ് സൊല്യൂഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, സർവീസസ്, ടെസ്റ്റിംഗ്, അനലിറ്റിക്സ്, AI ആൻഡ് കോഗ്നിറ്റീവ് സർവീസസ് എന്നിവയിലുള്ള IT സർവീസസ് ആണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. മൈൻഡ്ട്രീയുമായി കൂടിച്ചേരാനുള്ള മെർജർ പ്രൊപ്പോസൽ ഇവർ അനൗൺസ് ചെയ്തിരുന്നു 2022 മെയ് 6. ഈ കൂടിച്ചേരലിന് ശേഷം ഉണ്ടാകുന്ന കമ്പൈൻഡ് എൻറ്റിറ്റിയുടെ പേര് LTIMindtree ലിമിറ്റഡ് എന്നായിരിക്കും. ഇതിൽ 68.73% ഷെയറും ഹോൾഡ് ചെയ്യുന്നത് ലാർസൻ ആൻഡ് ടുബ്രോ ലിമിറ്റഡ് തന്നെ ആയിരിക്കും. കമ്പനിയുടെ മാർക്കറ്റ് പൊസിഷനും കാര്യക്ഷമതയും ഒക്കെ ഇവരുടെ സ്ട്രെങ്ത്സ് ആണ്. ഡിജിറ്റൽ സ്പേസിന്റെ വളർച്ച കൊണ്ടും പുതിയ ക്ലയൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും ടോപ്പ് 5, 10 and 20 ക്ലയൻസിനെ കാര്യമായി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഇപ്പോഴത്തെ അവസ്ഥ കുറഞ്ഞു വരികയാണ് കമ്പനിക്ക്. 31 ഡിസംബർ 2017 നിന്നും 31 മാർച്ച് 2022 എത്തുമ്പോൾ കമ്പനിയുടെ ആക്റ്റീവ് കസ്റ്റമേഴ്സിന്റെ എണ്ണം 261 നിന്നും 486 ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം എടുക്കുമ്പോൾ 43.22% CAGR റിട്ടേൺ നൽകിയിട്ടുണ്ട് ഈ കമ്പനിയുടെ സ്റ്റോക്കിന്റെ ബീറ്റ 0.95 ആണ്. കമ്പനി ഫേസ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ റിസ്ക് മിസ്റ്റർ സഞ്ജയ് ജലോന കമ്പനിയിൽ നിന്നും പുറത്തു പോകുന്നു എന്നതാണ്. കമ്പനിയുടെ CEO ആൻഡ് MD എന്നീ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹം ഈ അടുത്ത് രാജിവെച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ കഴിഞ്ഞ 7 വർഷം കമ്പനി സ്ട്രോങ് ഗ്രോത്ത് കാണിച്ചിരുന്നു. LTIയുടെ അഗ്രസീവ് ഗ്രോത്തിനെ സഹായിക്കാനായി ടയർ 1 കമ്പനീസിൽ നിന്നും പല സീനിയർ ലീഡേഴ്സിനെയും കൂടെ കൂട്ടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ പുറത്തുപോക്ക് ഈ സീനിയർ ലെവൽ പൊസിഷൻസിലുള്ള മറ്റുള്ള പല ആളുകളുടെയും കൊഴിഞ്ഞുപോക്കിലേക്ക് നയിച്ചേക്കാം. അതേസമയം മൈൻഡ്ട്രീയുമായിട്ടുള്ള കൂടിച്ചേരൽ സക്സസ്ഫുൾ ആയി കൊണ്ടുപോവുക എന്നത് പുതിയ CEO ആൻഡ് MD ആയി ചുമതലയേൽക്കുന്ന ആളുകൾക്ക് വലിയൊരു ചലഞ്ച് ആയിരിക്കും. അപ്പോൾ ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ബീറ്റ <1 ആയ എന്നാൽ വെരി ഗുഡ് റിട്ടേൺസ് കഴിഞ്ഞ 5 വർഷം എടുക്കുമ്പോൾ തന്നിട്ടുള്ള 6 കമ്പനീസ്. ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമുള്ളതാണ് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഒരു തരത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ഗ്രോ മലയാളം ചാനൽ ഫോർ മോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അബൌട്ട് ദ മാർക്കറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.